ഹായ്! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പഠിക്കുന്ന സ്കൂളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം നമ്മുടെ കുട്ടികൾ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. കഴിഞ്ഞ ദിവസം പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് സെന്റ് ഡൊമിനിക്സ് കോൺവെന്റ് സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ കാര്യം, അതും തന്നെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ തന്റെ ജീവിതം നശിപ്പിച്ചു എന്നുള്ള ഒരു കുറിപ്പും എഴുതി വെച്ചിട്ട് ജീവനൊടുക്കിയ ആ 9ാം ക്ലാസ്സുകാരി നമ്മുടെ ഒന്നും മനസ്സിൽ നിന്ന് മാറിയിട്ടുണ്ടാവില്ല. എത്ര സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണല്ലേ, അല്ലെങ്കിൽ കാര്യമാണത്. ഒരു അമ്മ അല്ലെങ്കിൽ പാരൻസ് എന്നുള്ള നിലയിൽ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് ഇത്. രാവിലെ ഒരുക്കി സ്കൂളിൽ ബസ്സിൽ കയറ്റി വിടുന്ന തൻ്റെ മകള് വളരെയധികം വിഷമത്തോടുകൂടെ തിരിച്ചു വരുന്നു. കാര്യം എന്താണെന്ന് മാതാപിതാക്കളോട് പോലും തുറന്നു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു കുറിപ്പില് 2 വരി എഴുതി വെച്ചിട്ട് അവള് ജീവനൊടുക്കുകയാണ്. ഈ ഒരു കുട്ടിയെ ജീവനൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ആ കുട്ടീനെ പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിൽ നിന്ന് ഡിവിഷൻ മാറ്റിയിരുത്തി, അതുപോലെ തന്നെ തിരിച്ച് 9ാം ക്ലാസ്സിലേക്ക് ജയിച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരിച്ച് 8ലേക്ക് തന്നെ തോപ്പിച്ച് വിടും എന്നൊക്കെയുള്ള ഭീഷണി അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അനുബന്ധിച്ചിട്ട് തന്നെ ഇതിനോട് കൂടെ ഇപ്പോൾ പല കുട്ടികളുടെയും പാരൻസ് സ്കൂളിനെതിരെയും അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിന്റെയും ടീച്ചേഴ്സിന്റെയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഓരോരോ പുതിയ പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോഴാണ് എല്ലാവരും വാ തുറക്കുന്നത്. അതുവരെ ഇവരാരും മിണ്ടത്തില്ല. ഇങ്ങനെയുള്ള കംപ്ലൈന്റ്സ് ഒന്നും അവരുടെ മാനേജ്മെന്റ് തലങ്ങളിലേക്കോ അല്ലെങ്കിൽ പ്രിൻസിപ്പലിലേക്കോ ഒന്നും എത്തിക്കത്തില്ല. അല്ലെങ്കിൽ കുട്ടികൾ എത്രത്തോളം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ആരും തന്നെ അറിയും. ഈ പറഞ്ഞ ഒരു കാര്യം, ഡിവിഷൻ തിരിച്ചിരുത്തുക, അതായത് നന്നായി പഠിക്കുന്ന കുട്ടികളെ ഒരു ഡിവിഷനിൽ ഇരുത്തുക, പഠിത്തത്തിൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്നവരെ മറ്റ് ഡിവിഷനിലിരുത്തി അവരെ കൂടുതൽ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ കൂടുതൽ പഠനത്തിൽ മികവുള്ളവരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം ഇത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സംരംഭം അല്ല, അല്ലെങ്കിൽ ഒരു സംവിധാനമല്ല. ഞാനൊക്കെ പഠിച്ച സമയത്തും ഇതുപോലുള്ള ചില ഡിവിഷൻ മാറ്റലുകൾ പരിപാടികൾ ഉണ്ടായിരുന്നു. അന്ന് പക്ഷെ നമ്മളെ മിക്സ് ചെയ്തിട്ടിരുത്തും. അത്യാവശ്യം മാർക്ക് കിട്ടുന്ന കുട്ടികളുടെ കൂടെ മാർക്ക് കുറഞ്ഞ കുട്ടികളെ നമ്മളുടെ കൂടെ ഇടും. അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു സംവിധാനം. ഞാൻ പഠിച്ചത് പക്ഷേ ഇതുപോലെയുള്ള കോൺവെന്റ് സ്കൂളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാനേജ്മെന്റ് സ്കൂളിലോ ഒന്നുമല്ല, സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ. അപ്പോൾ അവിടെ എനിക്ക് ഇതുപോലെയുള്ള, പക്ഷെ നമുക്ക് ആ സമയത്ത് ഇതൊന്നും മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ ചിന്തിച്ച് വിവേകപൂർവ്വം പെരുമാറാനുള്ള ഒരു കഴിവൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ഇന്നിപ്പോൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ അതൊക്കെ വളരെ നല്ലൊരു പ്രവൃത്തിയായിട്ട് തന്നെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷെ പല കുട്ടികളുടെയും മാനസികാവസ്ഥയിൽ, കാരണം നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും, നമ്മളൊരു ക്ലാസ്സിൽ ഒരു 1 or 2 months ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടാവും ഓൾറെഡി. അപ്പോൾ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഇതേപോലെ ഡിവിഷൻ മാറ്റുമ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് മുഖേനയായിട്ടുള്ള പ്രശ്നങ്ങൾ ആ കുട്ടികൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അക്കാഡമിക്കലി നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ടീച്ചേഴ്സിനെ മാത്രമായിട്ട് പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംവിധാനം ആ സ്കൂളിൽ ഈ കുട്ടിക്ക് മാത്രമായിട്ട് ഏർപ്പെടുത്തിയ ഒരു സംവിധാനം ആയിരിക്കത്തില്ല. അതേപോലെ തന്നെ ഇന്നോ ഇന്നലെയോ സ്റ്റാർട്ട് ചെയ്തൊരു സംവിധാനവും ആയിരിക്കത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാർക്കശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ മക്കളിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കുമ്പോൾ, അതിപ്പോൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നായാലും സ്കൂളിന്റെ ഭാഗത്തു നിന്നായാലും ഇത്രയ്ക്കധികം സമ്മർദ്ദം ഈ കുട്ടികൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ എത്രത്തോളം സ്ട്രെസ്ഡ് ആണ് എന്നുള്ളത് ആരും തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. രാവിലെ കുളിപ്പിച്ചൊരുക്കി മുടിയൊക്കെ കെട്ടി ബാഗും പാക്ക് ചെയ്ത് സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ബാക്കി സ്കൂളുകാരുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ളത് സ്കൂളുകാരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അങ്ങ് വിട്ടേക്കും. തിരിച്ച് 4 മണിക്ക് സ്കൂൾ വിട്ട് കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തി അതുപോലെ ഹോംവർക്കിലേക്ക് കടക്കുകയാണ്. ഈ കുട്ടികൾക്ക് മറ്റ് ഫ്രണ്ട്സുമായിട്ടൊന്ന് ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ കളിക്കാനോ ഒന്നും തന്നെയുള്ള സമയം കിട്ടാറില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. കാരണം അത്രയധികം ഇവർക്ക് ഹോംവർക്കുകൾ ഉണ്ടാവും. അപ്പൊ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ നടന്ന് സ്കൂളിൽ പോകുന്നു, തിരിച്ച് നടന്നു വരുന്നു. ആ ഒരു നടക്കുന്നതിൽ തന്നെ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. നമ്മൾ കളിക്കുന്നു, വർത്താനം പറയുന്നു, വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഒരു ചായ കുടിച്ചു എന്ന് വരുത്തിയിട്ട് വീണ്ടും നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നു, കളിക്കുന്നു. എന്നാൽ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുമുണ്ട്. പക്ഷെ ഇത്രയധികം എടുത്താൽ പൊങ്ങാത്തൊരു സിലബസോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിറങ്ങിയ ഒരു കുട്ടി എന്ന നിലയ്ക്ക് എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം ഞാനൊന്നും ഇരുട്ടുന്നവരെ പറമ്പിൽ നിന്ന് കയറിയ ഒരു ചരിത്രം എൻ്റെ ഒന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല 10ാം ക്ലാസ് വരെ. മികച്ച കുട്ടികളെ വളരെ മികച്ചവരാക്കാനും പഠനത്തിൽ താഴ്ന്ന നിലവാരം പുലർത്തുന്നവരെ മികച്ചതാക്കി കൊണ്ടുവരാനും സ്കൂളുകൾക്ക് സാധിക്കും, അതേപോലെ അധ്യാപകർക്ക് സാധിക്കും. ഇപ്പോൾ 30 അല്ലെങ്കിൽ 40 കുട്ടികളുള്ള ക്ലാസ്സിൽ അധ്യാപകർ ഓരോരുത്തരോടും ഓരോ കുട്ടികളോടും വ്യക്തിബന്ധം സ്ഥാപിക്കുക എന്നുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ നമുക്കൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് നമുക്കറിയാം, നമുക്ക് ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ടീച്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് ടീച്ചർ അവർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനോട് നമുക്കൊരു കൂടുതൽ ഇഷ്ടം തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ കൂടുതൽ പഠിക്കും. അപ്പോൾ അതുപോലെ ഓരോ ടീച്ചേഴ്സും കുട്ടികളോട് ആ ഒരു രീതിയിൽ പെരുമാറി വരുമ്പോഴത്തേക്കും അവർക്ക് എല്ലാ സബ്ജക്റ്റിനോടും ഒരേപോലെ ഇഷ്ടവും സ്കൂളിൽ പോകാനുള്ള ആ ഒരു ഇഷ്ടവും ഉണ്ടാവും. നേരെ മറിച്ച് ഇതെല്ലാം ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് കുട്ടികളെ ഇങ്ങനെ ബ്രോയിലർ കോഴീനെ വിരിയിക്കുന്ന പോലെ എല്ലാം ഇങ്ങനെ അടവെച്ച് വിരിയിച്ചെടുക്കാം എന്നുള്ള ഒരു സംവിധാനം ആകുമ്പോഴാണ്
ഈ ഒരു പ്രഷർ താങ്ങാൻ വയ്യാതെ കുട്ടികൾ ഇങ്ങനെയുള്ള കടുംകൈകൾ ചെയ്തു പോകുന്നത്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മാതാപിതാക്കളോട് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇല്ലാതെ ആയി പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ്. സ്കൂളിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക പാരൻസും പറയുന്നത്, നീ നന്നായി പഠിക്കാനല്ലേ, അല്ലെങ്കിൽ നീ പഠിക്കാഞ്ഞിട്ടല്ലേ, നിനക്ക് മാർക്ക് കുറഞ്ഞിട്ടല്ലേ എന്നുള്ള ഒരു സംസാരം. അത് ഒരു മലയാളി, ശരാശരി മലയാളി പാരൻസിന്റെ വായിൽ നിന്ന് അങ്ങനെയുള്ള ആ ഒരു ടോക്ക് മാത്രമേ വരത്തുള്ളൂ. അതല്ലാതെ എൻ്റെ കുട്ടിക്ക് എവിടെയാണ് വീക്ക്നെസ്, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇതുപോലെയുള്ള സിലബസ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ താങ്ങാൻ പറ്റുന്നുണ്ടോ, എന്തുകൊണ്ടാണ് ഇവളിങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് ആരും തന്നെ ചിന്തിക്കത്തില്ല. അപ്പോൾ ഒരുപക്ഷെ ഈ കുട്ടിക്ക് വീട്ടിൽ നിന്ന് ആ രീതിയിലുള്ള പ്രഷർ ഉണ്ടായിരുന്നിരിക്കാം. അത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പാരൻസ് ചീത്ത പറഞ്ഞെങ്കിലോ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലാണല്ലോ ഒരു വ്യക്തി ഇതുപോലെ ഒരു മരണം തിരഞ്ഞെടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പുരോഗമനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല തരത്തിലുള്ള പല സിലബസിലുള്ള സ്കൂളുകൾ നമ്മുടെ സംവിധാനത്തിലുണ്ട്. അപ്പം എവിടെ വേണേലും വിട്ട് പഠിപ്പിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പൂർണ്ണ അവകാശം മാതാപിതാക്കൾക്ക് ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളുടെ കുട്ടിക്ക് ഇത് താങ്ങാനുള്ള കരുത്തുണ്ടോ അല്ലെങ്കിൽ മാനസിക ശക്തി ഉണ്ടോ എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെയാണ് പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും. ഒരു കുട്ടി കുറച്ച് പഠനത്തിൽ മോശം പോകുമ്പോൾ അവർക്ക് കൗൺസിലിംഗ് പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി, എന്ത് റീസൺ ആണ്, അല്ലെങ്കിൽ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് മാർക്ക് കുറയുമ്പോൾ നമുക്കറിയാം അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. അങ്ങനെ ഉള്ള സമയത്താണ് കൗൺസിലിംഗ് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ആ കുട്ടിയുടെ മാനസിക നില എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് ട്രീറ്റ് ചെയ്യുക. അതിന് പകരം ഡിവിഷൻ മാറ്റും അല്ലെങ്കിൽ തോപ്പിക്കും, അടുത്ത ചെറിയ ക്ലാസ്സിലേക്ക് കൊണ്ടിരുത്തും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് കുട്ടികളെ നന്നാക്കാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും ഒരുപക്ഷെ. കാരണം എനിക്ക് തോന്നുന്നില്ല ഒരു ടീച്ചേഴ്സും അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകരും തൻ്റെ കുട്ടി അല്ലെങ്കിൽ താൻ പഠിപ്പിക്കുന്ന കുട്ടി നശിച്ചു പോട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ എങ്ങനെ ചെയ്യുമെന്ന്, അവർ നന്നാകട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ആ കുട്ടിയുടെ മാനസിക നില എന്താണെന്ന് അറിയാതെ ഇതേപോലെയുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ദുരിതങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ നമ്മൾ കാണേണ്ടതായിട്ട് വരുന്നത്. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, അല്ലാതെ പാരൻസിന്റെ മാത്രം കടമയല്ല, ടീച്ചേഴ്സിന്റെ മാത്രം കടമയല്ല. സ്കൂളിൽ പാരൻസ് വിടുന്നത് ടീച്ചേഴ്സ് നോക്കിക്കോളും അല്ലെങ്കിൽ പഠിപ്പിച്ചോളും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റോട് കൂടിയാണ്. തിരിച്ചവർ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് സ്കൂളിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ഏതെങ്കിലും രീതിയിൽ തൻ്റെ കുട്ടി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്ത് വന്ന് കംപ്ലൈന്റ് പറയുന്ന ഏതെങ്കിലും ഒരു പാരന്റ് PTA മീറ്റിംഗ് എന്നുള്ള സംവിധാനം നടക്കുന്ന സമയത്ത് ഈ ഒരു വിഷയം ഉന്നയിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ ഒരു മാനേജ്മെന്റിന് ഈ കാര്യം മനസ്സിലാക്കാനും അവർക്ക് ഇത് വീണ്ടും റീതിങ്ക് ചെയ്ത് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒന്ന് പുനഃചിന്തനം നടത്തി ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് മാറിപ്പോകാനോ അല്ലെങ്കിൽ അതിന് വേറൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കാനും ഒരുപക്ഷെ സാധിച്ചേനെ. ചിലപ്പോൾ ഇവിടെ അധ്യാപകരെ മാത്രം കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ ഞാൻ അധ്യാപകരെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുകയുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ടീച്ചേഴ്സിന് വിദ്യാർത്ഥികളെ തല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെ തല്ലി, അതുകൊണ്ട് നമ്മൾ വീണ്ടും ആ ഒരു തെറ്റ് ചെയ്യില്ല, അതുകൊണ്ട് നമ്മൾ തല്ലും. പക്ഷെ ഇപ്പോൾ തല്ലിക്കഴിഞ്ഞാൽ അത് ടീച്ചേഴ്സിന് പ്രശ്നമാണ്, അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു കുട്ടി ഇതുപോലുള്ള ഒരു നോട്ട് എഴുതി വെച്ചിട്ട് സൂയിസൈഡ് ചെയ്തപ്പോൾ എല്ലാ അധ്യാപകരെയും അത് മാനസികമായിട്ട്, എത്രയോ അധ്യാപകരെ അത് മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ടാവും. കാരണം എൻ്റെ വീട്ടിൽ ഒരു ടീച്ചറുണ്ട്. അപ്പൊ എനിക്കറിയാം എത്ര എഫേർട്ട് ഇട്ടിട്ടാണ് എൻ്റെ സിസ്റ്റർ ഈ ഒരു കാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടീച്ചിങ് എന്നുള്ള ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയാം. കാരണം സ്വന്തം കുടുംബത്തിൽ നോക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ആ ഒരു സ്കൂളിലെ കുട്ടികൾ അല്ലെങ്കിൽ സ്കൂള്, ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ്, അല്ലെങ്കിൽ എൻ്റെ സ്കൂള് എന്നുള്ള ഒരു മാനസിക അവസ്ഥയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ടീച്ചേഴ്സിന്റെ ഒക്കെ പേര് എഴുതി വെച്ചിട്ട് ഒരു കുട്ടി ഇതുപോലെ ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു അധ്യാപനത്തെ അത് അത്രയധികം പവിത്രമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് ഇത് എത്രത്തോളം മാനസിക ആഘാതം ഉണ്ടാക്കുമെന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു കുട്ടി ചെയ്ത കാര്യം നമുക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഈ കുട്ടിക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് തുറന്നു പറയേണ്ട മാതാപിതാക്കൾ ഒരുപക്ഷെ അവർക്ക് ആ സ്പേസ് കൊടുത്തിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ട് ഈ കുട്ടി ഈ പണി ചെയ്യില്ലായിരുന്നു. അതേസമയം തന്നെ സ്കൂളിൽ ഇവർ ഈ കുട്ടിയുടെ മുഖമൊന്ന് വാടുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡെയിലി ഉണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഒരു വ്യത്യാസം വരുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഈ രണ്ടു കൂട്ടർക്കും കഴിഞ്ഞില്ല എന്നുള്ളതും വളരെ അധികം വേദന നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയ ചർച്ചകൾ അല്ലെങ്കിൽ ജനകീയ വിചാരണകളെക്കാൾ കൂടുതൽ നിയമപരമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക, മുന്നോട്ട് പോകുക എന്നുള്ള കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ അധ്യാപകർ തെറ്റുകാരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കുക. PTA മീറ്റിങ്ങുകളിൽ ഇതുപോലുള്ള വിഷയങ്ങൾ മേലിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു അജണ്ടയായിട്ട് കൊണ്ടുവരിക, ഡിസ്കസ് ചെയ്യുക.
ഏതെങ്കിലും ഒരു കുട്ടി തനിക്ക് താങ്ങാനാവാത്ത ശിക്ഷ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നു അല്ലെങ്കിൽ ലഭിച്ചു അല്ലെങ്കിൽ ആ രീതിയിലുള്ള പെരുമാറ്റം അധ്യാപകരുടെയോ മറ്റ് സ്റ്റാഫിന്റെയോ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പാരന്റ്സ് അറിയുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുവന്ന് അതിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നേടുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കുട്ടികളെ പറ്റിയിട്ട് ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു പാരന്റിങ് സ്റ്റൈലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു എന്താ പറയുക, എൻ്റെ കുട്ടി ഇന്നതാകണം അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടി ഇതിന് പോയി അതുകൊണ്ട് എൻ്റെ കുട്ടിയും ആ രീതിയിൽ പോകണം എന്നുള്ള ആ ഒരു മക്കളെ കൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു ആർത്തി അല്ലെങ്കിൽ ഒരു ആക്രാന്തം, അത് പാരന്റ്സ് അവസാനിപ്പിക്കുക തന്നെ വേണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മക്കൾ ഇനിയും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ദുർവാശി എന്ന് പറയുന്ന സംഭവം കൂടുതലാണ്. മനക്കരുത്ത് തീരെയില്ല. സോഷ്യൽ മീഡിയയുടെ അവൈലബിലിറ്റി അത് വലിയൊരു ഘടകം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു വാർത്ത തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്രയോ ദിവസങ്ങളായിട്ട് ഈ ഒരു വാർത്ത തന്നെ മീഡിയാസിൽ കൊട്ടിഘോഷിക്കപ്പെടുവാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും യാതൊരു അറിവും ഇല്ലാതിരിക്കുന്ന കുഞ്ഞു കുട്ടികൾ വരെയും ഇത് കാണുകയാണ്. അപ്പോൾ അവർക്കറിയാം നാളെ ടീച്ചർ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പരിഹാരം ഇതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും ശല്യപ്പെടുത്തില്ല, അല്ലെങ്കിൽ ഞാൻ നാളെ ഇങ്ങനെ ഒരു ചർച്ചാ വിഷയമാകും എന്നുള്ള ഒരു അറിവാണ് ഈ കുട്ടികളിലേക്ക്. അപ്പൊ ഇതുപോലെയുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ദുർമരണങ്ങൾ വാർത്തയാക്കപ്പെടുന്നത് അല്ലെങ്കിൽ കുട്ടിഘോഷിക്കപ്പെടുന്ന ഇത് ആ ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കേണ്ട ഒരു സംവിധാനമാണ്. അതല്ലാതെ നമ്മൾ ഇതിനെ പറ്റിയിട്ട് പിന്നെ വീട്ടിൽ പോയി ഇന്റർവ്യൂ എടുക്കുന്നു, ആ നാട്ടുകാരുടെ ഇന്റർവ്യൂ എടുക്കുന്നു, ആ കുട്ടീനെ പറ്റിയിട്ട് അങ്ങോട്ട് ഡോക്യുമെന്ററി പോലെ ഉണ്ടാക്കുന്നു. ഇതിന്റെ ഒന്നും ഒരു ആവശ്യവും. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം റിപ്പോർട്ട് ചെയ്തു അത് അവിടെ നിർത്തുക, ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് പകരം ഇത് അറിയാത്ത കുഞ്ഞു മക്കളിലേക്കും കൂടെ ഈ വാർത്തകൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ മീഡിയാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ കാലഘട്ടത്തിൽ വലിയ വലിയ മാർക്കുകൾ മേടിക്കുന്നതല്ല ജീവിത വിജയത്തിന് ആവശ്യം എന്നുള്ളത് കുഞ്ഞു മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഓരോ മാതാപിതാക്കൾക്കും കഴിയണം. പഠനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ഇനി ഒരു കുഞ്ഞു മക്കളും മരണത്തിലേക്ക് പോകാതിരിക്കട്ടെ. അതുപോലെ തന്നെ മരണസമയത്ത് അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ കുഞ്ഞു മകൾ പറഞ്ഞ ആ വാക്കുകൾ ഒരിക്കലും തേച്ചാലും മായ്ച്ചാലും പോകാത്ത രീതിയിൽ ആ സ്കൂളിന്റെ മുകളിൽ പതിഞ്ഞിട്ട് തന്നെയുണ്ട്. എന്തായാലും ആ കുഞ്ഞു മകളുടെ ആത്മാവിന് നിത്യശാന്തി നേരട്ടെ എന്നും അതുപോലെ തന്നെ ആ മകളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് അത് താങ്ങാനുള്ള കരുത്ത് നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.